കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ പുതിയ തീരുമാനം. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ റഡാർ പരിശോധന നടത്തിയിട്ടായിരിക്കും മുങ്ങി പരിശോധന നടത്തുക. അരുൺ പൂപ്പറമ്പ് ഷിരൂരിൽ നിന്നും തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഷിരൂരിലെ കാലാവസ്ഥ വളരെ ഭേദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഴ മാറി നിൽക്കുന്നു. അതുപോലെ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. വിശദാംശങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, ആ മഴ മാറി നിൽക്കുന്നു, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നേവി പങ്കുവച്ച വിവരമനുസരിച്ച് 3 നോട്ട്സിന് താഴെയാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ ഓരത്താണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഘട്ടത്തിൽ കണ്ട ആ രൗദ്രഭാവത്തിലുള്ള ഗംഗാവലി പുഴയെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ശാന്തമായി ഒഴുകുന്ന ഗംഗാവലി പുഴയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ, തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ ഈ ഡ്രോൺ റഡാർ പരിശോധനകളിൽ ഈ അർജുൻ്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ആ പോയിന്റാണ്. ആ മൺതിട്ടകൾക്ക് സമീപമുള്ള 4 സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ 4ാമത്തെ സ്പോട്ടിലാണ് കുറച്ചുകൂടി കൂടുതൽ സാന്നിധ്യം ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്. അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് നേവിയുടെ ഈ റഡാർ പരിശോധന ആരംഭിക്കുക. ഈ റഡാർ പരിശോധന നടത്തുന്നത് ഈ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ അടിയൊഴുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ അവർക്ക് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്ന സന്നദ്ധത അവർ അറിയിച്ചിരുന്നെങ്കിൽ പോലും കൃത്യമായി ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോറിയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ലോറിയുടെ കൃത്യമായ സ്പോട്ട് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു സ്ഥിരീകരണം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് അവർ ഈ ആദ്യഘട്ടത്തിൽ റഡാർ പരിശോധനയിലേക്ക് കടക്കുക. രാവിലെ 9 മണിയോടെ കാർവാറിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ ഷിരൂരിൽ, ഈ ഗംഗാവലി പുഴയിൽ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ആദ്യഘട്ടത്തിൽ അവർ ഒരിക്കൽ കൂടി ഈ പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കും. അതിനുശേഷം ഈ റഡാർ പരിശോധനയിലേക്ക് കടക്കും. റഡാർ എന്ന് പുഴയിൽ അടിത്തട്ടിലുള്ള റഡാർ എന്ന് പറയുമ്പോൾ സോണാർ എന്നാണ് അതിൻ്റെ സാങ്കേതികമായി നമ്മൾ പറയുക. അതിൻ്റെ പരിശോധന ആരംഭിക്കും. അതിനുശേഷം അതിൻ്റെ കൃത്യമായി ഈ ലോറി മാർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് അടിയൊഴുക്ക് വീണ്ടും പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് കടക്കുക. നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് അത്തരം നടപടികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. ആദ്യഘട്ടത്തിൽ ഈ റഡാർ പരിശോധനയിലേക്ക് ആയിരിക്കും പോവുക. ഇന്നലെ ഈ റിവ്യൂ മീറ്റിംഗ്, അതായത് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഈ നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള റിവ്യൂ മീറ്റിംഗിൽ ഈ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായി അവർ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ കേരളത്തിൻ്റെ ഉൾപ്പെടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. നമുക്കറിയാം, തെരച്ചിൽ താൽക്കാലികം അവസാനിപ്പിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് പുനരാരംഭിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അതൊക്കെ മറികടന്ന് വേണം ഈ നിലവിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി. എന്തായാലും നമുക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വിവരം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ പങ്കുവെക്കാനുണ്ട്. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. അത്തരം നടപടിയിലേക്ക് കടക്കുന്നു. നേവി 9 മണിയോടെ അവരുടെ സംഘമെത്തും, റഡാർ പരിശോധനയിലേക്ക് കടക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള വിവരം ഇന്ന് അരുൺ പൂപ്പറമ്പയാണ് കർണാടകയിലെ ഷിരൂരിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട്ടെ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കുമെന്നാണ് ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ പറയുന്നത്.